നമസ്കാരം. തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 മഹാക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. മനസ്സിൽ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു ദുഃഖമോ അല്ലെങ്കിൽ മനസ്സിലുള്ള മറ്റൊരു ദുഃഖമോ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ആ ദുഃഖം ഒഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ 2 മഹാക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കുക. ആദ്യ ക്ഷേത്രം മുരുകസ്വാമിയുടെ മഹാക്ഷേത്രമായ പഴനി ക്ഷേത്രമാണ്, സ്വാമിയുടെ സന്നിധി. രണ്ടാമത്തെ ചിത്രം സാക്ഷാൽ വെങ്കടാചലപതിയുടെ സന്നിധിയായ മഹാക്ഷേത്രമായ തിരുപ്പതി ക്ഷേത്രമാണ്. ഈ 2 ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനു മുന്നായി ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ സർവ്വവിധ ദുരിതങ്ങളും കഷ്ടതകളും ഒഴിയണം എന്നും സൗഭാഗ്യങ്ങൾ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ വന്ന് ഭവിക്കണം എന്ന് ഇഷ്ടദേവതയോട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ശേഷം കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം ഏതോ ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ കണ്ണുകൾ അടച്ച് ഏവരും പ്രാർത്ഥിക്കുക. ഏവരും കണ്ണുകൾ തുറന്ന് ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ഏവരും ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ പഴനി ക്ഷേത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിശ്ചയദാർഢ്യമുള്ളവരാണ് നിങ്ങൾ. ഉറച്ച മനസ്സിന് ഉടമകളാണ്. ഊർജ്ജസ്വലതയോടെയും പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരാണ്. ഏത് കാര്യവും ശ്രദ്ധിച്ച് ചെയ്യുവാൻ സാധിക്കുന്നവരുമാകുന്നു. എല്ലാ കാര്യവും എളുപ്പത്തിൽ ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് ഒരു കഴിവുണ്ട്. മത്സരബുദ്ധി, ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതാണ്. എന്നാൽ പല അവസരങ്ങളിലും പല കാര്യങ്ങളും കൈമോശം വരുന്നു. ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാനോ പ്രവർത്തിക്കുവാനോ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാകുന്നു. അതായത് എല്ലാ കാര്യവും എളുപ്പത്തിൽ ചെയ്ത് തീർക്കുവാനും നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കുവാനും ആഗ്രഹിക്കുന്നവർ തന്നെയാകുന്നു. എവിടെയും വളരെ ശ്രദ്ധയോടെ തന്നെ പ്രവർത്തിക്കുന്നവരാകുന്നു. ജീവിതത്തോട് തന്നെ വല്ലാത്ത ഒരു അഭിനിവേശം ഉള്ളവരാണ് നിങ്ങൾ. മറ്റുള്ളവർ തീർച്ചയായും നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സഹായത്തിനായി വരികയും നിങ്ങൾ അവർക്ക് തങ്ങളാൽ കഴിയുന്ന സഹായം പലപ്പോഴും ചെയ്യുകയും എന്നാൽ അവരിൽ നിന്നും പലപ്പോഴും തിരിച്ചടികൾ അല്ലെങ്കിൽ മനസ്സിനെ വേദനിപ്പിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളതാകുന്നു. അത് നിങ്ങൾക്ക് പല വിഷമങ്ങൾക്കും കാരണമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അമിതമായ സംഘർഷം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ സംസാരവും സാന്നിധ്യവും നിങ്ങൾ ആഗ്രഹിക്കുന്നവരാകുന്നു. വേണ്ടപ്പെട്ട വ്യക്തികളുടെ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സാന്നിധ്യം, സംസാരം നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. സ്നേഹത്താൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ മറ്റുള്ളവരുടെ ദുഃഖം സഹിക്കാൻ സാധിക്കാത്ത വ്യക്തികളാണ് എന്ന് തന്നെ പറയാം. വല്ലാതെ വേദനിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾ മനസ്സിൽ ആലോചിച്ചതുമായി ബന്ധപ്പെട്ട ആ ദുഃഖം ജീവിതത്തിൽ നിന്നും അകലുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. എന്നിരുന്നാൽ പോലും പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. മുരുകസ്വാമിയെ ആരാധിക്കുന്നതിലൂടെ അഥവാ പഴനി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓം വജത് ഭുവേ നമഃ എന്ന മന്ത്രം തീർച്ചയായും നിങ്ങൾ നിത്യവും 108 തവണ ജപിക്കുന്നത് അതിവിശേഷമാണ് എന്ന കാര്യം ഓർക്കുക. അമിതമായി തന്നെ സംഘർഷങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെൻഷനുകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുക എന്ന കാര്യം ഓർക്കുക. ആപത്തുകളിൽ അസാമാന്യമായ ധൈര്യം ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾക്ക് പല കാര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ആപത്തുകളെ തരണം ചെയ്ത് പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ഉന്നതമായ പദവി നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക.
ഭഗവാന്റെ കടാക്ഷത്താൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. എന്നാൽ ധനം നിങ്ങളുടെ കൈകളിൽ ഒരു പരിധിവരെ അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ നിൽക്കുന്നില്ല എന്നതാണ് വാസ്തവം. വരവിനേക്കാൾ കൂടുതൽ ചെലവ് അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം നഷ്ടമാകുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതായ കാര്യങ്ങൾ വന്ന് ഭവിക്കും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളതായ പല ആഗ്രഹങ്ങളും നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ അത് ഉടനെ തന്നെ നടക്കണം എന്നില്ല. അല്പം കാത്തിരിക്കേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത നാൾക്ക് നാൾ ഇരട്ടിക്കുന്നതുമാണ്. അതിനാൽ ഒരിക്കലും ദുഃഖിക്കരുത് എന്ന കാര്യം ഓർക്കുക. പല രീതിയിലുള്ള പരിവർത്തനം ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് ധനപരമായും പല രീതിയിലും നിങ്ങൾക്ക് ഉയർച്ചയ്ക്കും മറ്റ് രീതികളിലും സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക. മറ്റുള്ളവരെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. പല വ്യക്തികളും നിങ്ങളെ അറിഞ്ഞുകൊണ്ട് ചതിക്കുന്നു എന്ന കാര്യം ഓർക്കുക. അത് നിങ്ങൾ അറിയാത്തതായി ഭവിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ സംഭവിക്കുന്നതോ ആകാം. തീർച്ചയായും അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. രണ്ടാമത്തെ ക്ഷേത്രമായ സാക്ഷാൽ തിരുപ്പതി ഭഗവാന്റെ വെങ്കടാചലപതിയുടെ സന്നിധിയായ തിരുപ്പതി മഹാക്ഷേത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. കഠിനാധ്വാനികളാണ് നിങ്ങൾ. എന്നാൽ കഠിനാധ്വാനത്തോടെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നില്ല. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ രീതിയിൽ അർഹിക്കുന്നതായ രീതിയിലുള്ള അംഗീകാരങ്ങളോ ധനപരമായ നേട്ടങ്ങളോ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ മാറ്റങ്ങൾ വന്നു ചേരും. ഭഗവാനെ ആരാധിക്കുന്നതും തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. തല മൊട്ടയടിച്ച് ദർശനം നടത്തുന്നതാണ് ശുഭകരം എന്ന കാര്യം ഓർക്കുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിരീക്ഷണ ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ബുദ്ധി പ്രവർത്തിക്കുകയും ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ സാധിക്കും. നിഷ്കളങ്കരായ വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവരെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഴിവുകൾ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ സാധിക്കും. പ്രതിസന്ധികൾ നിരവധിയാണ് ഉള്ളത്. അത്തരം പ്രതിസന്ധികളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ താൽക്കാലികമാണ് എന്ന ചിന്ത നിങ്ങളിൽ വേണ്ടതാകുന്നു. ഈശ്വര വിശ്വാസികളാണ് നിങ്ങൾ. ഭഗവാനെ ആരാധിക്കുന്നവരോ അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിൽ സ്മരിക്കുന്നവരോ ആണ് നിങ്ങൾ. നിങ്ങൾക്ക് തീർച്ചയായും ഭഗവാന്റെ സന്നിധിയിൽ എത്തുവാൻ സാധിക്കുകയും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യും. പലവിധ പ്രതിസന്ധികൾ നിങ്ങൾ നേരിടുന്നു എന്നത് വാസ്തവമാണ്. ഇപ്പോൾ ഭഗവാന്റെ സന്നിധി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് മനസ്സിൽ വിചാരിച്ചതായ ആ ദുഃഖം പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അമിതമായി ദുഃഖിക്കാതെ ഇരിക്കണം എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഭഗവാനായി തന്നെ ഒരു വഴി കാണിക്കുക തന്നെ ചെയ്യും. ആ അവസരം നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകും എന്ന് തന്നെയാണ് ഫലം. പ്രതിസന്ധികളെ നിങ്ങൾക്ക് കഠിനാധ്വാനത്താൽ നേരിടുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് നിങ്ങളോട് സ്നേഹം, ദയ എന്നിവ തോന്നുന്നതാണ്. തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായി തീരും. ഉന്നതരായ ഉദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായ ഫലങ്ങൾ പോലും വന്നു ചേരാം. ശാന്തരും വിശ്വസ്തരുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് നിങ്ങളിൽ ഇത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കും മറ്റുള്ളവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും. സുഹൃത്തുക്കളും മറ്റു വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്തുന്നവർ തന്നെയാണ് നിങ്ങൾ. നിങ്ങൾക്ക് അത് തുടരുവാൻ സാധിക്കുക തന്നെ ചെയ്യും. എന്നാൽ സാമ്പത്തികപരമായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്തുവാൻ സാധിക്കാതെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. തീർച്ചയായും നിങ്ങൾക്ക്
സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരും. എന്നാൽ തിരുപ്പതിയിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നതിലൂടെ ഈ ഫലങ്ങൾ എളുപ്പത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. പുതിയ അവസരങ്ങൾ തന്നെ നിങ്ങളെ തേടി വരും. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ജീവിതത്തിൽ നേട്ടങ്ങൾ, ഉയർച്ചകൾ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ തന്നെ ജീവിതത്തിലേക്ക് സുഖവും സന്തോഷവും കടന്ന് വരിക തന്നെ ചെയ്യും. അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഭഗവാന്റെ കടാക്ഷത്താലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വലിയ അവസരങ്ങൾ ജീവിതത്തിൽ പുതിയ ഒരു വാതിൽ തുറക്കുക, അതുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക, ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ, സന്തോഷം എന്നിവ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഏതൊരു കാര്യവും ഭഗവാൻ നിങ്ങൾക്ക് നൽകുമ്പോൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പലതും നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. അതിനുള്ള അവസരങ്ങൾ ഭഗവാനായി തന്നെ നൽകും. തീർച്ചയായും ഭഗവാനെ ആരാധിക്കുകയും തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം.